ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ട് ഒരു കാര്യം പറയാനാണ് കേട്ടോ. അതായത് കുറേ പേര് എന്നോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കാറുണ്ട്, ചേച്ചി ആ വീഡിയോയിൽ കാണുന്ന അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലം ഏതാണ്, അമ്പലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, നല്ല ഭംഗിയുള്ള അമ്പലമാണല്ലോ, എന്താണ് അമ്പലത്തിൻ്റെ പേര്, ഇപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒന്നും കാണാറില്ലല്ലോ അമ്പലത്തിൻ്റെ, ഇപ്പോൾ എന്താ അമ്പലത്തിൽ പോകാറില്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഉത്തരമാണ്, അത് എൻ്റെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഇതും എൻ്റെ നാടല്ല എന്നല്ല, പക്ഷെ ഞാൻ ജനിച്ച് വളർന്നത് ആ നാട്ടിലാണല്ലോ, അപ്പോൾ നമ്മുടെ ജന്മനാട് അതാണല്ലോ, അതാണ് ഞാൻ പറഞ്ഞിട്ടോ. അപ്പോൾ എൻ്റെ നാട് തലക്കശ്ശേരിയാണ്, പടിഞ്ഞാറങ്ങാടിക്ക് അടുത്ത് തലക്കശ്ശേരിയാണ് എൻ്റെ നാട്. ആ നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ. പാടത്തിൻ്റെ നടുവിൽ നല്ല പച്ചപ്പിൽ നിൽക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. നല്ല കൂത്തുമാടൊക്കെ ആയിട്ട് നല്ല എന്ത് രസമറിയാം അമ്പലത്തിൽ പോയി നിൽക്കാൻ തന്നെ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു അമ്പലമാണ് വേങ്ങശ്ശേരി കാവിലമ്മ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിളിപ്പുറത്തെത്തുന്ന ഭഗവതിയായിട്ട് വേങ്ങശ്ശേരി കാവിലമ്മ. നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വിഷമമുണ്ടെങ്കിലും ഞാൻ ആ അമ്പലത്തിൻ്റെ നടയിൽ, ഞാൻ ആദ്യം ഓടിച്ചെല്ലാം അമ്പലത്തിലേക്കാണ് കേട്ടോ. ആ അമ്പലത്തിൻ്റെ നടയിലെത്തിയിട്ട് ഭഗവതിയോടെ എല്ലാം മനസ്സ് തുറന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെ സങ്കടമൊക്കെ ഒന്ന് ഹീൽ ചെയ്യുന്നത് പോലെ ഒരു ഒരു ഫീൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയൊന്നുമല്ല, പക്ഷെ എനിക്കതങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. സന്തോഷമായാലും സങ്കടമായാലും എന്ത് കാര്യമാണെങ്കിലും ഞാൻ ആദ്യം ഓടിച്ചെല്ലുന്നത് ആ നടയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്നൊരു അമ്പലം കൂടിയാണ് വേങ്ങശ്ശേരിക്കാവ് എന്ന് പറയുന്നത്. വെളിപ്പുറത്തെത്തുന്ന ഭഗവതിയാണ് കേട്ടോ. അതായത് അത്രയും മനസ്സലിവുള്ളൊരു ഭഗവതിയാണ്, പക്ഷേ ദേഷ്യപ്പെട്ട അത്രയും ദേഷ്യക്കാരിയാണെന്ന് പറയൂ കേട്ടോ. പക്ഷേ അത്രയും മനസ്സലിവുള്ളൊരു ഭഗവതി കൂടിയാണ്. പിന്നെ എൻ്റെ മുത്തശ്ശൻ ആ അമ്പലത്തിൽ വെളിച്ചപ്പാടായിരുന്നു കേട്ടോ. ഇപ്പം ഇല്ല, മുന്നേ വെളിച്ചപ്പാടായിരുന്നു. ഇപ്പം മുത്തശ്ശൻ ജീവിച്ചിരിപ്പില്ല, പക്ഷേ ഇപ്പോഴും മുത്തശ്ശൻ്റെ നമ്മളെ തറവാട്ടിലുള്ളവർ തന്നെയാണ് ഇപ്പോഴും ആ അമ്പലത്തിൽ വെളിച്ചപ്പാടായിട്ട് തുടർന്ന് പോകുന്നത് കേട്ടോ. ഇപ്പോൾ മുത്തശ്ശൻ്റെ കുടുംബത്തിലുള്ള ആൾ തന്നെയാണ് ഇപ്പോഴും വെളിച്ചപ്പാടായിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു അമ്പലമാണ്. ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരു അമ്പലം കൂടിയാണ്. അപ്പോൾ ആ അമ്പലത്തിൽ കളമ്പാട്ട് 15, 16, 17 കളമ്പാട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല അടിപൊളിയുള്ള കൂത്തുമാടൊക്കെ ഉണ്ട്. അപ്പോൾ പാവക്കൂത്തൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയുള്ള കാലം മുതൽക്കേ 1-ാം കളമ്പാട്ട് നമ്മുടെ വകയായിരിക്കും, അതായത് നമ്മളെ തറവാടിൻ്റെ വകയായിരിക്കും. ഇപ്പോഴും അത് തുടർന്ന് പോകുന്നുണ്ട് കേട്ടോ. പൂരം തുടങ്ങുമ്പോൾ ആ 16-ാം കളമ്പാട്ടിൻ്റെ അവസാനമാണ് അമ്പലത്തിലെ പൂരം. വലിയ പൂരമാണ് കേട്ടോ, ആനപ്പൂരൊക്കെ ആയിട്ട് വെടിക്കെട്ടൊക്കെ ആയിട്ട്. അപ്പോൾ 1-ാം കളമ്പാട്ട് എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിരിക്കും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ പാവക്കൂത്ത് നടത്താറുണ്ട്, എല്ലാം ഉണ്ട്. നല്ല അടിപൊളി അമ്പലമാണ്. അവിടെ എന്താ പറയുക, ഭഗവതി ഉണ്ട്, അതുപോലെ തന്നെ ശിവൻ, മഹാവിഷ്ണു, ക്ഷേത്രപാലൻ, ഗണപതി, ഇങ്ങനെയൊക്കെയാണ് പ്രതിഷ്ഠകൾ വരുന്നത് കേട്ടോ. ശിവൻ്റെ അമ്പലമൊക്കെ ഒരുപാട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടന്നൊരു അമ്പലമൊക്കെ ആയിരുന്നു. ഇപ്പോൾ റിനോവേഷനൊക്കെ നടത്തിയിട്ട് നല്ല അടിപൊളിയായിട്ട് ശിവൻ്റെ അമ്പലമൊക്കെ ആയിട്ട് അത്രയും നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വീഡിയോസും ഫോട്ടോസൊന്നും ഇടാറില്ലെന്ന് ചോദിക്കുന്നവർക്ക് ഇപ്പോൾ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ്. കാരണം നമുക്ക് അവിടെ ഫോട്ടോസ് എടുക്കാൻ പാടില്ല, വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിയമം അനുസരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെല്ലുമ്പോൾ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാറില്ല. ഇപ്പോഴും ഞാൻ പോകാറുണ്ട് കേട്ടോ, അമ്പലത്തിൽ തൊഴാനൊക്കെ ഞാൻ പോകാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിടും. പക്ഷേ ആ വീഡിയോസൊക്കെ മുന്നേ, അതായത് ഈ നിയമം വരുന്നതിന് മുന്നേ ഉള്ള വീഡിയോസ് എൻ്റെ ഫോൺ ഗാലറിയിൽ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പോഴും ചിലപ്പോൾ എഡിറ്റ് ചെയ്തിടാറുണ്ട്. അതല്ലാതെ നമ്മൾ ആ നിയമം വന്നതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാറില്ല കേട്ടോ. നിയമം അനുസരിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസും നമ്മൾ എടുക്കാറില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊന്നും കാണാത്ത കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോഴും പോകാറുണ്ട് അമ്പലത്തിൽ. അപ്പോൾ നല്ല ഭംഗിയിൽ ഇപ്പോഴും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ ഞാൻ കുറേ നേരം അമ്പലത്തിൽ നിൽക്കും. അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ച് ആൾത്തറയിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ട, എൻ്റെ അത്രമേൽ നമ്മൾ പറയാറില്ല, അത്രമേൽ പ്രിയപ്പെട്ട ഒരു ഇടം എന്നൊക്കെ പറയാറില്ല, അങ്ങനെ ഒരു അമ്പലം എനിക്ക് വേങ്ങശ്ശേരി കാവിലാണ് കേട്ടോ. ഏത് അമ്പലത്തിൽ പോയാലും, മറ്റുള്ള അമ്പലങ്ങളൊന്നും ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ ഏതൊരു അമ്പലത്തിൽ പോയാലും ആ അമ്മയുടെ നടയിലെത്തിയിട്ട് തൊഴുതിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എനർജി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ അമ്പലത്തിൻ്റെ ഐതിഹ്യം, എങ്ങനെയാണ് വേങ്ങശ്ശേരി കാവിൽ അമ്പലം ഉണ്ടായത്, അങ്ങനെയൊക്കെ ഐതിഹ്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് വളർന്നൊരു കഥകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ ആ അമ്പലത്തിന് എനിക്കറിയാവുന്ന ഒരു കഥകളൊക്കെ ഞാൻ പറയാം, അമ്പലത്തിൻ്റെ ഐതിഹ്യം കഥകൾ. അപ്പോൾ എന്തായാലും വേങ്ങശ്ശേരിക്കാവ് അവിടെ ഒരു മനയൊക്കെ ഉണ്ട് കേട്ടോ, വേങ്ങശ്ശേരിക്കാവ് മനയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മനക്കിലെ ദേവിയാണ് വേങ്ങശ്ശേരിക്കാവിലമ്മ. ഇപ്രാവശ്യത്തെ പൂരത്തിന് ഞാൻ ആ മന കാണാമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനും അമ്മയൊക്കെ വേങ്ങശ്ശേരിക്കാവ് മനയിലൊക്കെ പോയിരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, കഥയായിട്ട് തന്നെ പറയാം. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കാനും ഇങ്ങനത്തെ കഥകളൊക്കെ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ നാട്ടിലുള്ള എൻ്റെ അമ്പലം. ഓക്കെ, താങ്ക് യു.